ആകാശത്തിന്റെ ഉത്തരഭാഗത്ത് നാം ദർശിച്ച ഈ അപൂർവ നക്ഷത്രം ഈ ഭൂമിക്ക് സംഭവിക്കുന്ന വലിയ മാറ്റമായേ ഞാൻ കാണുന്നുള്ളൂ. ഭൂമിയുടെ മാറ്റം എന്നതുകൊണ്ട് പ്രകൃതിക്ക് വന്നു ഭവിക്കുന്ന വ്യതിയാനങ്ങൾ മാത്രമാണെന്ന് കാസ്പർ ധരിക്കരുത്. ഇത് ഭൂമിയുടെ ചിന്താഗതിയിൽ വരുന്ന മാറ്റമാകാം, ചരിത്രത്തിൽ വരുന്ന മാറ്റമാകാം. വ്യക്തികളുടെ ജനനവുമായി നക്ഷത്രം ബന്ധപ്പെട്ടിരിക്കുമ്പോൾ ഇത്തരം ഒരു മാറ്റം വരുത്തുവാൻ ആർക്കെങ്കിലും കഴിയുമോ? യുദ്ധവീരനായ അലക്സാണ്ടറുടെ കാലത്ത് പോലും പടിഞ്ഞാറ് കോണിലെ ധ്രുവനക്ഷത്രത്തിന് ചെറിയ മാറ്റം മാത്രമേ കണ്ടെത്തിയുള്ളൂ. ഇത് മുമ്പ് ദീർഘദർശനക്കാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പലസ്തീനിലെ അപ്പത്തിന്റെ നാട്ടിൽ സംഭവിക്കേണ്ട ഒരു വലിയ ജനനം ഭൂമിയെ മുഴുവൻ സ്വാധീനിക്കുന്ന ഈ വ്യക്തി നക്ഷത്രവുമായി ബന്ധപ്പെടുത്തുമ്പോൾ ഒരു വലിയ പ്രഭുവാണ്. എന്റെ ഊഹം തെറ്റിയിട്ടില്ലെങ്കിൽ ഒരു വലിയ രാജാവ്, ഒരു ലോക മഹാരാജാവ്. ശരിയാണ്, അതിന് തന്നെയാണ് സാധ്യത. എവിടെ അഖാബാൻ? എവിടെ? അദ്ദേഹമല്ലേ ഈ നക്ഷത്രം ആദ്യം കണ്ടത്? ആ മലമുകളിലുള്ള വൃദ്ധസ്ത്രീയെ സഹായിക്കുവാൻ പോയിരിക്കുകയാ. പാവം, അവരെ ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ ആളില്ല. അഖാബാൻ ഓടി വരുന്നുണ്ട്. കാര്യങ്ങളൊക്കെ ഞാൻ ഊഹിച്ചിട്ടുണ്ട്. ഇതൊരു സാധാരണ ജനനമല്ല, അപൂർവ സംഭവമായിരിക്കും. നാം തീർച്ചയായും പോകണം. പാർട്ടി പുരോഹിതന്മാർ ഒരിക്കലും രാജാക്കന്മാരെ ബഹുമാനിക്കുന്നതിൽ പിന്നിലല്ല. എന്തു പറയുന്നു ആചാര്യ മെൽക്കിയോൻ? വേണം, പോയേ തീരും. പക്ഷേ നാം ഇവിടെ യഥാർത്ഥത്തിൽ ദരിദ്രരാണ്. എടുത്താൽ പൊങ്ങാത്ത പൗരാണിക സ്ഥാനമാനങ്ങൾ മാത്രം ബാക്കി. ഈ മഹാരാജാവിന് കൊടുക്കാൻ സമ്മാനങ്ങൾ വേണം. പോകാൻ യാത്ര ചെലവ്, ഒട്ടകം, മറ്റു പലതും. ഇത് സാധിക്കുമോ അഖാബാൻ? ലോകം കീഴ്മേൽ മറിയുവാൻ പോകുകയാണ്. ഈ രാജാവാണ് ഇനി ലോക കേന്ദ്രം. നമുക്കുള്ള നമ്മുടെ നിലങ്ങൾ പണയം വെച്ച് യാത്ര ചെയ്തുകൂടെ? അതൊരു നല്ല വഴിയാണ്. അത് ശരിയാണ്, അങ്ങനെ തന്നെ നമുക്ക് ചെയ്യാം. ഇത് ഒഴിച്ചുകൂടാനാവാത്ത ഒരു സംഗതിയാണ്. കാസ്പർ, ബെൽത്താസർ, യാത്രയ്ക്ക് ഒരുങ്ങിക്കൊള്ളു. ഗുരുക്കന്മാർ നാഴിക പുലരും മുമ്പേ യാത്ര പുറപ്പെട്ടു. അങ്ങെത്തിയാൽ തിഗ്രീസ് തീരത്ത് വെച്ച് കണ്ടുമുട്ടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വൈകിപ്പോയി. എനിക്ക് യാത്രാവാഹനം ലഭിച്ചില്ല. ഇനി ശൂഷനിൽ ചെന്ന് മൊത്തം കച്ചവടക്കാരിൽ നിന്നേ അത് കിട്ടുകയുള്ളൂ. ഒരു നല്ല വഴിക്ക് തിരിഞ്ഞാൽ നാശങ്ങൾ പലതാണല്ലോ. ആട്ടെ, അവർ സമ്മാനങ്ങൾ വല്ലതും വാങ്ങിയോ? രാജാവിന്റെ പൊന്നും ദൈവമനുഷ്യ മധ്യവർത്തിയായവന് പ്രാർത്ഥനാ മാധ്യമമായ കുന്തിരിക്കവും പിന്നെ അവന്റെ കബറടക്കത്തിനായി മൂലമാണ് കൊണ്ടുപോയിരിക്കുന്നത്. അങ്ങ് എന്താണ് സമർപ്പിക്കുന്നത്? ഞാൻ അവന്റെ കിരീടത്തിൽ അണിയുവാൻ വിലയേറിയ 3 രത്നങ്ങളാണ് കൊണ്ടുപോകുന്നത്. 3 മനോഹര രത്നങ്ങൾ. ഞാനും യാത്ര പുറപ്പെടുകയാണ്. ശൂഷൻ വഴി പോകുന്നതിനാൽ അവരെ തിഗ്രീസ് തീരത്ത് വെച്ച് ചിലപ്പോൾ കണ്ടെത്താനാവില്ല. എങ്കിലും വേഗം സഞ്ചരിച്ചു നോക്കാം. അങ്ങനെയാകട്ടെ ഗുരു. ശിശുക്കളെ കൊന്നൊടുക്കുവാൻ കൽപ്പന പുറപ്പെടുവിച്ചു. പൗരാണിക റോമാ സാമ്രാജ്യത്തിന്റെ പ്രവിശ്യകളിൽ ചോര മണക്കുന്ന കുഞ്ഞുങ്ങൾ രക്തസാക്ഷിത്വം വഹിക്കുകയാണ്. പിറന്നു വീണ രാജാവിനു വേണ്ടി
റാമയിൽ ഒരു നിലവിളി കേൾക്കുമെന്നും റാഹേൽ തന്റെ മക്കളെ ചൊല്ലി കരയുമെന്നുമുള്ള പ്രവചനം പൂർത്തീകരിക്കുമ്പോഴേക്കും റോമ പ്രവിശ്യയിൽ അർത്ഥാബാൻ എത്തിച്ചേരുന്നു. ഏയ്, എന്താണ് അവിടെ? നിൽക്കൂ. ഇത് രാജകൽപ്പനയാണ്. രാജാവിനെതിരെ പ്രവർത്തിക്കാൻ ഒരു കരുത്തൻ പിറന്നിട്ടുണ്ട് പോലും. കൊന്നൊടുക്കുകയാണ്. 2 വയസ്സിന് താഴെയുള്ളതെല്ലാം 2 ദിവസത്തിനുള്ളിൽ ചത്തു വീഴും. എന്റെ രാജാവേ, എന്താ പറഞ്ഞത്? അല്ല, ഞാൻ നിങ്ങൾക്ക് ഒരു വിലയേറിയ രത്നം നൽകാം. രത്നമോ? എവിടെ? പറയാം. പക്ഷേ താങ്കൾ ഈ കുഞ്ഞിനെ കൊല്ലരുത്. അയ്യോ, ഇത് രാജകൽപ്പനയാണ്. രത്നമൊന്ന് കാണട്ടെ. വരൂ, ഞാൻ നൽകാം. സഹോദരി, നിങ്ങളുടെ കുഞ്ഞിനെ ഇനി അവൻ കൊല്ലുകയില്ല. അതാരാണ്? അത് എവിടേക്ക് പോകുന്നു? ഞാൻ നിങ്ങളുടെ കുഞ്ഞിന്റെ സ്നേഹിതനെ തേടിയുള്ള യാത്രയിലാണ്. പോകട്ടെ. നഗരം വളർന്നിരുന്നു. കർത്താവിന്റെ പാതകളെ ഒരുക്കുവാൻ ആഹ്വാനം ചെയ്യുന്നവനെ തേടി ജനങ്ങൾ പായുമ്പോൾ തന്റെ രാജാവിന് സമ്മാനിക്കാനുള്ള ബാക്കി രത്നങ്ങളുമായി അർത്ഥാബാൻ നഗരം ചുറ്റുകയാണ്. അർത്ഥാബാന് പ്രായമേറെ ചെന്നിരിക്കുന്നു. He doesn't read the ഏയ്, ഒന്ന് നിന്നേ. അല്ല, ഇയാൾക്ക് എന്ത് പറ്റി? ആരാണ് അത്ര ക്രൂരമായി കല്ലെറിഞ്ഞത്? നിങ്ങൾ ഈ നാട്ടുകാരനല്ലേ? ഞാനൊരു കുഷ്ഠരോഗിയായിരുന്നു. കുഷ്ഠരോഗിയോ? ഇത് ഏറെ പാടല്ലേ? പോലെ പ്രവചിക്കാതില്ലേ? പറഞ്ഞു തീരട്ടെ. ഇയാളെ ആ നസ്രായനായ യേശു സുഖപ്പെടുത്തി. അതിന്റെ ബാക്കി സംഭവങ്ങളാണ് ഈ കാണുന്നത്. ഈ ശാസ്ത്രിമാരും പുരോഹിതരും വിധിക്കുന്നത് അല്പം കടന്നുപോകുന്നു. മഷിഹായെ അന്ന് വാസ്തവമായി വന്നുവോ ഇല്ലയോ? റോമൻ ഭരണം, നശിച്ച നികുതി, എന്നാണ് ഇതിനൊരു മോചനം? ദാ ഒരു രക്തസാക്ഷി ഇവിടെ കിടക്കുന്നു. ആര് സുഖപ്പെടുത്തിയെന്നാണ് പറയുന്നത്? എന്താ ആ നസ്രായൻ യേശു? ബേത്ലഹേമിൽ ജനിച്ച യേശു, അപ്പത്തിന്റെ ഭവനത്തിൽ നിന്നുള്ള രാജാവ്. നിങ്ങളെ എനിക്ക് വിശ്വാസമാണ്. എനിക്ക് അത്യാവശ്യമായി ബഹുദൂരം പോകേണ്ടതുണ്ട്. അതിനാൽ ഈ മനുഷ്യനെ ഒന്ന് സഹായിക്കണം. ഞാൻ എന്താണ് പ്രതിഫലമായി തരേണ്ടത്? ഒരു രത്നം നിങ്ങൾക്ക് നൽകാം. ദൈവത്തിന്റെ നാമത്തിൽ നിങ്ങൾ ഇയാളെ രക്ഷിക്കൂ. നമുക്ക് ഇയാളെ ആ അത്തിയുടെ ചൂട്ടിലേക്ക് മാറ്റാം.
താണ്ടുന്നു. ആത്മാവിൽ ദരിദ്രരായവർക്കും ഇപ്പോൾ വിശക്കുന്നവർക്കും ഭാഗ്യം ഓതിക്കൊണ്ട് നസ്രായനായ രാജാവ് കാലദേശങ്ങൾ പിന്നിട്ടപ്പോഴും അദ്ദേഹത്തെ കണ്ടെത്താൻ അർത്ഥവാനായില്ല. ഒടുവിൽ യെരുശലേമിൽ വൻ കലഹം നടക്കുന്നുവെന്നും ഒരു രാജ്യദ്രോഹിയെ കുരിശിലേറ്റുവാൻ ജനങ്ങൾ ഒരുങ്ങുന്നു എന്നും വാർത്ത കേട്ട് തന്റെ രാജാവിന്റെ മരണദിനം കണക്കുകൂട്ടുകയും നീചന്മാരെ പോലെയുള്ള അവന്റെ മരണത്തെയും മുൻകണ്ട് അർത്ഥവാൻ യെരുശലേമിലെത്തുന്നു. യെരുശലേമിലെ നാരികളെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളെയും മക്കളെയും ഓർത്ത കേഴുവിനെന്ന് അരുളിക്കൊണ്ട് കുരിശിന്റെ വഴികൾ പിന്നിട്ട രാജാവിനെ തേടി കാൽവരിയുടെ തീരത്തെത്തിയപ്പോഴേക്കും അർത്ഥവാന്റെ രാജാവ് കുരിശിലേറ്റപ്പെട്ടിരുന്നു. 6-ാം മണി നേരത്ത് അർത്ഥവാൻ തലയോടിടത്ത് എത്തിച്ചേർന്നു. എന്നെ ഒന്നും ചെയ്യരുത്, എന്നെ ഒന്നും ചെയ്യരുത്. എനിക്ക് രാജാവിനെ കാണുവാൻ പോകും. ദയവായി എന്റെ രാജാവേ. നാഥ, 34 വർഷം മുമ്പ് ഈ ചുണ്ണാമ്പ് മലയിലേക്ക് ഞാൻ യാത്ര പുറപ്പെട്ടതിലായിരുന്നു. എന്റെ സമ്പാദ്യങ്ങൾ മുഴുവൻ വിറ്റ് ഞാൻ വാങ്ങിയ രത്നങ്ങൾ ഇതിലായിരുന്നു. എനിക്ക് അങ്ങയെ ഒരു നോക്ക് കാണുവാൻ കഴിഞ്ഞില്ലല്ലോ. ദൈവമേ, ഞാൻ മരിപ്പാറായല്ലോ. രാജാവേ, അങ്ങ് ഒടുവിൽ എന്റെ പ്രാർത്ഥന കേട്ടുവല്ലോ. എന്റെ കയ്യിലൊന്നുമില്ലല്ലോ അങ്ങേക്ക് തരുവാൻ. കൊണ്ടുവന്നതെല്ലാം ചിലവഴിച്ചല്ലോ. ആര് പറഞ്ഞു നീ എനിക്കൊന്നും ചെയ്തിട്ടില്ലോ? എനിക്ക് വിശന്നു, നീ എനിക്ക് ഭക്ഷിപ്പാൻ തന്നു. ദാഹിച്ചു, എനിക്ക് കുടിപ്പാൻ തന്നു. ഞാൻ അതിഥിയായിരുന്നു, നീ എന്നെ ചേർത്തുകൊണ്ടു. നഗ്നനായിരുന്നു, നീ എന്നെ ഉടുപ്പിച്ചു. രോഗിയായിരുന്നു, നീ എന്നെ കാണുവാൻ വന്നു. തടവിലായിരുന്നു, നീ എന്നെ അരികിൽ വന്നു. ഈ ചെറിയ സഹോദരന്മാരിൽ ഒരുത്തന് നീ ചെയ്തടത്തോളം എല്ലാം എനിക്കാവുന്നു ചെയ്തത്. അർത്ഥാവാൻ, നിന്റെ സമയം തരും. നിനക്ക് എന്നോടൊപ്പം മഹത്വത്തിലേക്ക് യാത്ര തുടരാം. വേദനകളില്ലാത്ത ലോകത്തിലേക്ക് താൻ അന്വേഷിച്ചു നടന്ന രാജാവിനൊപ്പം യാത്രയായി. പേർഷ്യൻ ഉൾപ്രദേശങ്ങളിൽ നിന്നും കാൽവരി കുന്നുവരെയുള്ള ആ യാത്ര സഫലമായി. തന്റെ ഒരു പുരുഷായുസ് മുഴുവൻ ജീവനും വിശുദ്ധിയുമുള്ള ആരാധനയായി